ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുജ വന്ന് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ വീട്ടിൽ. എന്നിട്ട് നമ്മൾ മീനാക്ഷിയും ഇത്രയും കൂടെ ഇറങ്ങി വരുമ്പോൾ ശരിക്കും കളിയാക്കുകയാണല്ലോ. ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ, ഡാൻസ് കളിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ മാല എന്നിട്ട് കളിയാക്കി പറയുന്നുണ്ട്. ഇത് എത്ര രൂപയുടെ മാലയാണ്? 5 രൂപയോ 2 രൂപയോ 1 രൂപയോ ആണോ? സ്വർണ്ണമാലയൊക്കെ ഇട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അനുജെ നീ അങ്ങനെയൊന്നും പറയരുത്. ഉടനെ നമ്മുടെ ആര്യനും ദേഷ്യം വരുന്നുണ്ട്. ചേച്ചി, സ്വർണത്തിലോ പണത്തിലോ അല്ല ഒരു പെണ്ണിൻ്റെ മഹിമയും കാര്യങ്ങളും ഇരിക്കുന്നത്, അവരുടെ വ്യക്തിത്വത്തിലും സംസാരത്തിലും സ്വഭാവത്തിലുമാണ്. ഓ, തന്നെ തന്നെ. ഇതേ വെറുതെ എവിടെയെങ്കിലും കയറി പോകുന്നതല്ല, സ്വന്തം ഏട്ടൻ്റെ ഒരു നിശ്ചയത്തിന് പോകുന്നതാണ്. സ്വർണം തന്നെ ഇട്ടുകൊണ്ട് പോകണം. കാണുന്നവരൊക്കെ അത്രയ്ക്കതിൽ വില വയ്ക്കുകയുള്ളൂ. അതെങ്ങനെയാ വന്നു കയറിയത് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വേലി ചാടിയും അതുപോലെ ഒളിച്ചോടിയും ഒക്കെയല്ലേ വന്ന് കയറിയത്. പിന്നെ എങ്ങനെ സ്വർണം കിട്ടാനാ? വല്ലതും കൈനിറച്ച് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് കളിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോൾ ആര്യനൊക്കെ അങ്ങ് ശരിക്കും ദേഷ്യം വരാണ്. അങ്ങനെ ഗോമതി ചോദിക്കുന്നുണ്ട്, നീ എന്താ അനുജ ഇവിടെ നിന്നോട്ട് പറയണത്? പക്ഷേ അനുജയുടെ എല്ലാ സംസാരവും ബാലൻ അങ്ങനെ ആസ്വദിക്കുക കേട്ടോ. ബാലൻ പറയേണ്ട പല കാര്യങ്ങളുമാണ് അവിടെ നിന്ന് ഈ മോള് പറയുന്നത്. പറഞ്ഞിട്ടും ഉണ്ട് ബാലൻ. ഇതൊക്കെ കേട്ട് മീനാക്ഷിയുടെ വാവങ്ങ് ചൊറിഞ്ഞു വരിക. മിത്രയോട് പറയുന്നുണ്ട്, എടി എനിക്കാണെങ്കിൽ തിരിച്ചെന്തെങ്കിലും 10 പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഇത്രയും പറയാം. അതെ, എനിക്കും അങ്ങോട്ട് ചൊറിഞ്ഞു വരിക ചേച്ചി. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ക്ഷമിക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് ആ വിഷയം മാറ്റാനായിട്ട് ആര്യനൊക്കെ പറയുന്നുണ്ട്, ദേ അങ്ങോട്ട് നോക്കിക്കേ, ആനന്ദേട്ടൻ്റെ തലമുടിയൊക്കെ വൃത്തികേടായിരിക്കുന്നു. അയ്യോ, അത് ശരിയാണല്ലോ, കല്യാണ ചെറുക്കൻ്റെ തലമുടി പോലും ഒന്ന് കോതി വെക്കാൻ ഇവിടെ ആരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ ആനന്ദിൻ്റെ പുറകിലോട്ടായി കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയാം, പോയി ചീപ്പെടുത്തിട്ട് വന്നു. അങ്ങനെ അനുജ ഓടിപ്പോയി ചീപ്പെടുത്തിട്ട് വരുന്ന സമയം കൊണ്ട് ഗോമതി 2 മരുമക്കളെയും വിളിച്ച് മുറിക്കകത്ത് കൊണ്ടുപോയി തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തിട്ട് അവരെ അണിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ എന്നെ എന്തായാലും മിത്രയെ മാത്രം വിളിച്ചു നിർത്തിയിട്ടാണ് ഇത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി സങ്കടമാവുമായിരുന്നു. കാരണം മിത്ര അമ്മയുടെ സ്വന്തം തന്നെയല്ലേ, ഞാനങ്ങനെയല്ലല്ലോ. പക്ഷെ നമ്മൾ 2 പേരെയും വിളിച്ചു നിർത്തി അമ്മ ഇതെല്ലാം എടുത്തല്ലോ, എനിക്ക് സന്തോഷമായി. മരുമക്കളെ വേർതിരിച്ച് കണ്ടില്ലല്ലോ. ഒന്ന് പോടി അങ്ങോട്ട്, എന്തൊക്കെയാണ് നീ പറയണേ? എല്ലാ കാര്യത്തിനും അവളാണ് എനിക്ക് കൂട്ടു നിൽക്കണം, എന്നിട്ട് അവളെ ഞാൻ വേർതിരിച്ച് കാണാനെന്നോ? നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കണേ എന്ന് പറഞ്ഞ് മീനാക്ഷി വഴക്ക് പറയുക. 2 പേരും ആദ്യം മാലകളും വളകളും ഒന്നും ഇടാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ മീനാക്ഷിയല്ല ഗോമതി തന്നെ നിർബന്ധിച്ച് 2 പേരെ കൊണ്ടും സ്വർണ്ണമാലകൾ വളകളും ഒക്കെ അണിയിച്ച് മുന്നിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ തകൃതിയായിട്ട് തലമുടിയെല്ലാം കോതി കിടക്കണ അനുജ. അതെല്ലാം കഴിഞ്ഞ് പോവാൻ റെഡിയായി സമയമാവുമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവർ ഒരുങ്ങിക്കെട്ടി വരുമ്പോഴേ അടുത്ത കുറ്റം, അയ്യോ ഇതെന്താ ഈ കഴുത്തിൽ അണിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതെൻ്റെ അമ്മയുടെ മാലയല്ലേ? അമ്മേ, കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴും ഇവിടുത്തെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവത്തിന് വന്നപ്പോഴും ഞാൻ ഈ മാല ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് തന്നോ? എന്നിട്ട് ഇപ്പോൾ ഇവർക്കത് കൊടുത്തു അല്ലേ എന്ന് പറഞ്ഞു. അടുത്ത സങ്കടമായി കേട്ടോ. അപ്പോൾ ബാലൻ ഗോമതീനെ നോക്കുക കേട്ടോ. ബാലനോട് ചെന്ന്, അച്ഛാ ഈ അമ്മ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സങ്കടം പറയുക. അതേസമയം ബാലനോട് ഗോമതി പറയുക, ബാലേട്ടാ കഴിഞ്ഞ 2 ഉത്സവത്തിന് വന്നപ്പോൾ ഇവൾ എൻ്റെ ഓരോ മാലയും കൊണ്ട് പോയി, അതൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ എല്ലാവരും നിന്ന് ചിരിക്കട്ടോ. പിന്നെ ഇവിടെ കഴുത്തി കിടക്കുന്ന മാല നോക്ക്, അത് എൻ്റെ തന്നെയല്ലേ, കഴിഞ്ഞ എൻ്റെ മുമ്പിൽ തവണ വന്നപ്പോൾ എൻ്റെ എടുത്തിട്ട് പോയതാ, ഇതെനിക്ക് തിരിച്ച് തന്നു അവൾ എന്ന് പറയാം. അപ്പം തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ മോളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയാം, എൻ്റെ മോളെ നിനക്ക് തരാനുള്ളതെല്ലാം അച്ഛൻ തന്നില്ലേ, ഇനി എന്തിനാ അമ്മയുടെ ആഭരണപ്പെട്ടിയിൽ കൈയിട്ട് വാരുന്നേ? അതല്ല അച്ഛാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അനുജ. അങ്ങനെ ഇനിയിപ്പം നിന്ന് സമയം താമസിക്കും, നമുക്ക് ഇറങ്ങാം, ഇനി വേണ്ടതെല്ലാം ഞാൻ വാങ്ങി തന്നോളാം മോളെ എന്നൊക്കെ പറഞ്ഞാണ് അവരിറങ്ങണം കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ അപ്പുറത്ത് ഗോമതിയുടെ അമ്മ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഉടനെ ഗോമതിക്ക് സന്തോഷമാവണം, എന്നിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് മോനെ അനുഗ്രഹിക്കാനായിട്ട്. അവിടെ നിന്ന് അമ്മ അനുഗ്രഹം കൊടുക്കുമ്പോൾ ഇവിടെ ആനന്ദിനോട് പറയണം, ആനന്ദേ നീ കൈകൂപ്പി അനുഗ്രഹം വാങ്ങണം. അങ്ങനെ ആനന്ദ് തൊഴുതു നിൽക്കുമ്പോഴാണ് തൊട്ട് പിറകെ ദേവായിരുന്നു അച്യുതനും ആനന്ദനും അനന്തവർമ്മയും ഒക്കെ ആയിട്ട് വന്നങ്ങ് നിൽക്കുക കേട്ടോ. രാജശ്രീയൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് എന്തിനാ അമ്മ ഇവിടെ ആരെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങ് വിരട്ടാം. ഇത് സൗണ്ട് കേൾക്കുമ്പോൾ ബാലൻ കേൾക്കാട്ടോ. ബാലിന് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിന്ന് പറയാണ്. അപ്പോൾ ഗോമതി പറയാ, ബാലേട്ടാ ഒന്നും പറയണ്ട, ഉണ്ടാകാൻ നിൽക്കാനൊന്നും വേണ്ട ഗോമതി, പറയണ്ട, നമ്മൾ പറയണം എന്ന് പറഞ്ഞാൽ അവരെ മുഖത്തോക്കി പറയണ്ട. ആനന്ദിൻ്റെ വിവാഹ നിശ്ചയമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുറേ പരട്ടകൾ വിചാരിച്ചു ഈ കല്യാണം അങ്ങ് മുടക്കി കളയാന്ന്, എന്നിട്ട് എന്താ അതൊന്നും നടന്നില്ലല്ലേ? അങ്ങനെ വിചാരിക്കേണ്ട. ബാലനൊരു കാര്യം നടത്തിയെടുക്കുമെന്ന് പറഞ്ഞാൽ അത് നടത്തിയെടുത്ത് തന്നെ ഇരിക്കും. അതാണ് ബാലൻ. പിന്നെ ആനന്ദിൻ്റെ വിവാഹം എവിടെ നിന്നാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇനി അത് മുടക്കാനെന്ന് പറഞ്ഞാൽ ആരും മുന്നിട്ടിറങ്ങി നിൽക്കണ്ട, കാണിച്ചു തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനും, ഇതിൻ്റെ ബാക്കി പുറകെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ടാണ് പോണം കേട്ടോ.
ഇവിടെ അച്യുതൻ വൈരിപ്പുറപ്പില്ല, അതുപോലെ രാജശ്രീയും ആകെപ്പാടെ ദേഷ്യവും ടെൻഷനും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്യുക. എന്നിട്ട് രാജശ്രീ പറയണുണ്ട്, ഒരു കഴുത്തിലും കാലിലും ഒക്കെ കിടക്കുന്ന സ്വർണ്ണങ്ങൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ സ്വർണം, അതും ഒരു പലചരക്ക് കടക്കാരന് ഇത്രയൊക്കെ സ്വർണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തന്നെ എങ്ങനെ അറിയാം അതിന് മുക്കുപണ്ടമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ വീണ്ടും പറയാം, ഇല്ല എന്തായാലും മുക്കുപണ്ടമല്ല, അത് സ്വർണം തന്നെ എനിക്ക് ഉറപ്പാണ്. അത് ഇവിടുന്ന് മിത്രയെ കൊണ്ടുപോയില്ലേ കുറേ സ്വർണ്ണം, മിത്രയുടെ കയ്യിലൊക്കെ കിടക്കുന്ന അവൾ ഇവിടുന്ന് കൊടുത്ത സ്വർണം തന്നെയാണ്, അടിച്ചു മാറ്റി കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണം തന്നെയാണ് എല്ലാ മക്കളും മരുമക്കളും ഒക്കെ വീതിച്ചിട്ടിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആനന്ദവർമ്മ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങേര് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ചർച്ച, എന്താടാ അച്യുതാന്ന് ചോദിക്കുമ്പോൾ, കേട്ടല്ലോ ഏട്ടാ അവൻ്റെ ഒരു വെല്ലുവിളി, ഇതിനൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, തിരിച്ചു പത്ത് പറയാനാ തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്യുതൻ ആനന്ദം പറയാം, നിങ്ങൾ ഇപ്പോൾ ഒന്നും എടുത്തു ചാടി പ്രവർത്തിക്കണ്ട, പിന്നെ ആ സ്വർണം കണ്ടല്ലോ അതൊന്നും നീ അങ്ങ് വിട്ടുകള, അതെന്തായാലും മിത്രയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ. രാജശ്രീ പറയാം, അതെങ്ങനെ ഏട്ടാ ശരിയാവും, മിത്രയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, പറയുമ്പോൾ കണക്ക് പറയുകയാണെന്ന് വിചാരിക്കരുത്, എൻ്റെ ഏട്ടനും കൂടെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ അതിൻ്റെ കണക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് രാജശ്രീ പറയാട്ടോ. അപ്പോൾ വീണ്ടും അച്യുതൻ പറയുന്നത്, നിങ്ങൾ സ്വർണത്തിൻ്റെ കാര്യം നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, പിന്നെ ബാക്കി ബാലൻ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അതിന് നമുക്ക് പ്രതികരിക്കാം, ബാലൻ്റെ കാര്യം നമുക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, മറ്റുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടരുത് തൽക്കാലം, പിന്നെ അമ്മയ്ക്ക് അതൊക്കെ ഇവിടെ വിഷമാവും, അറിയാമല്ലോ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ, അതുകൊണ്ട് കുറച്ചൊന്ന് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത്, വരും വരായിക നമുക്ക് വരുന്നത് പോലെ എല്ലാം കണ്ടും കേട്ടും നിൽക്കാം, അതിന് സമയമാകുമ്പോൾ തക്ക തിരിച്ചടി കൊടുക്കുകയും ചെയ്യാമെന്ന് അനിയനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഏട്ടൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവിടെയാണെങ്കിൽ പുതിയവാണിൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് ഓരോ ഒരുക്കങ്ങൾ നടത്തുക, എന്നിട്ട് ഓരോ നിർദ്ദേശങ്ങൾ പന്തലിട്ടവർക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ശ്രീകല ഓടിക്കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന കാറ്ററിംഗുകാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ, എനിക്ക് വയ്യടി പറയാൻ, നല്ല കോട്ടും സൂട്ടും ഒക്കെ റെഡിയായി നിന്നിട്ട് ഞാൻ എങ്ങനെ എച്ചിക്കണക്ക് പറയുന്നത്, ഓ പിന്നെ നിങ്ങളൊന്നും പറയണ്ട ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ട് വന്നേ എല്ലാവരും വന്നേ, എന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, അതെ നിങ്ങൾ വിളമ്പുമ്പോഴേ ഓരോരുത്തർക്കും വേണോ എന്ന് ചോദിക്കണം കേട്ടോ, വേണ്ടാന്ന് പറയുന്നവർക്കൊന്നും നിങ്ങൾ വിളമ്പരുത്, അതെങ്ങനെ വേണ്ടാന്ന് പറയും, നമ്മൾ ചോദിച്ചാലല്ലേ അവർ പറയും, ഒരുപാടൊന്നും വാരി വെച്ച് വിളമ്പി തീർക്കരുത് ആഹാര സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ആൾക്കാരും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അകന്ന ബന്ധുക്കൾ കുറച്ച് പേര് ഇവർ വിളിച്ചിട്ടുണ്ട്, കാരണം ഇവരുടെ കള്ളത്തരങ്ങളൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ തന്നെയാണ് ഇവർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രീകലേ നിങ്ങളെ ആൾ കൊള്ളാമല്ലോ, നല്ല പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അതൊന്നും രാജശ്രീക്ക് അങ്ങോട്ട് പിടിക്കണില്ല, എൻ്റെ ദൈവമേ എത്രയും വേഗം ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, പിന്നെ ഈ വന്നിരിക്കുന്ന അകന്ന ബന്ധുക്കൾ ഇവരാരും ചെറുക്കൻ്റെ വീട്ടുകാരോട് സംസാരിക്കരുതെന്നൊന്ന് പറഞ്ഞേക്കണേ, ഒരുപാട് സംസാരിക്കാൻ ഇട കൊടുക്കരുത്, ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ദേഷ്യക്കാരാണെന്ന് പറഞ്ഞു കൊടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.